നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏതാണ്ട് മെഗാസ്റ്റാറിനോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് കുപ്രസിദ്ധി സുപ്രസിദ്ധി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അദ്ദേഹമാണ് ചെകുത്താൻ. അദ്ദേഹത്തോട് എല്ലാ നാണയത്തിനും രണ്ട് വശം എന്ന് പറയുന്ന പോലെ എല്ലാ ആരോപണങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. ഒരു കൈയടിച്ചാൽ സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ രണ്ട് കൈകൾ കൂട്ടിച്ചേർത്ത് തന്നെ അടിക്കണം അല്ലേ? അപ്പോ യഥാർത്ഥ കാരണങ്ങൾ പറയാൻ ഇന്ന് ചെകുത്താൻ നമ്മളുടെ മുമ്പിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ ലൈവ് നോക്കുവാണ്. ഇതേ ഞങ്ങളുടെ ലൈവ് കണ്ടോ? ഞങ്ങളെ പോലൊരു പ്രശസ്തരായ ചാനൽ താങ്കൾ. ശരി, കാണാം. ദേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറെ ആരണ്ട് വന്നു? അത് സ്റ്റാറ്റസാ കിടക്കുന്നത്. ഇത് വന്നല്ലോ, ലൈവ് വന്നല്ലോ. ലൈവ് വീഡിയോ. ഓ കൊള്ളാം. പ്രേക്ഷകരെല്ലാം ലൈവായിട്ടാ കേട്ടോ കാണുന്നത്. പറയുന്നതെല്ലാം ഞാൻ ലൈവൊക്കെ ഇടുന്ന ആളാണ് സ്ഥിരമായിട്ട്. അത് അറിയാം. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആണല്ലോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഒന്നും ലൈവ് വരുന്ന ആളല്ല, മിക്കവാറും ലൈവിലാ. അപ്പൊ ലൈവിൽ വന്ന് തിരിച്ചടികൾ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ കിട്ടുന്നത്? ഇത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു എന്താ എവിടെയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനനുസരിച്ച് ചിലപ്പോ തിരിച്ച് എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ല. താങ്കളെ കുറിച്ച് പരക്കെ അറിയപ്പെടുന്നത് ഭാഷ വളരെ ശോകം മോശമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ? സത്യമാണോ? സ്ഥിരമായി അതായത് ഇവിടെ നമ്മൾ യൂട്യൂബ് തുറന്ന് നോക്കിയാല് കൊച്ചു കുട്ടികൾ, കുഞ്ഞു പിള്ളേര്, മറ്റേ ഒരു കൊച്ചുണ്ടല്ലോ, ഒരു കൊച്ചിന് പൊടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സാധനം തൊട്ട് കുഞ്ഞു പൊടി തൊട്ട് ഭയങ്കര പ്രായം ചെന്ന ആൾക്കാർ വരെ ഉള്ളത് യൂട്യൂബിലും ഫേസ്ബുക്കിലും നോക്കിയാൽ കേരളത്തിലുള്ള മിക്ക ഇൻസിഡൻസ് എടുത്ത് നോക്കിയാലും നല്ലപോലെ തെറിയേക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതിനകത്ത് ഞാനീ പറയുന്ന സാധനം വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് അങ്ങനെ വലിയ തെറിയുടെ ഒരു രീതി മാത്രമല്ല അത് കാണുന്നത്, മനസ്സിലായില്ലേ? ഇതിപ്പോ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ആളുകള് ഈ എന്റെ ഈ സംസാര രീതി ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന കേട്ടാ വളരെ സോഫ്റ്റും അല്ലെങ്കിൽ സ്ലോ ഒക്കെ ആയിരിക്കും. എനിക്ക് അത്ര സ്പീഡിലല്ല ഞാൻ ശരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ സ്പീഡും കൂട്ടും. നമ്മൾ ഈ ചെറുപ്പം ഇപ്പൊ അതൊക്കെ കോമഡി ആയിട്ടൊക്കെ ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാളെ വിളിച്ചിട്ട്, മുതലാളിയെ വിളിച്ചിട്ട് പറയുവാണ് മുടി എന്നൊക്കെ പറയുന്നതാ. ഞാൻ പറഞ്ഞത് നിന്റെ മുടി എന്റെ മുടി ഒരുപോലെ അതല്ലേ അത് ഉദ്ദേശിക്കുന്ന. അപ്പോ നമ്മൾ പറയാം, മുതലാളിയോട് ലീവ് ചോദിക്കാണ് ഇതേപോലെ, സാർ എനിക്ക് കൊഞ്ചം പ്രോബ്ലം ഇருக்கு, വീട്ടിക്ക് പോണോ, പ്രശ്നം ഇருக்கு, കൊഞ്ചം പൈസ വേണോ എന്നൊക്കെ പറയുന്ന സാധനം പ്ലേ ചെയ്തപ്പോ 2x പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്പീഡിൽ പറയുമ്പോ എനിക്ക് വീട്ടിൽ പോണോ, కొంచెం പൈസ വേണോ, എങ്ങനെ ആവത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ കോമഡിയൊക്കെ ഇപ്പൊ ഇറങ്ങി തുടങ്ങി. പലയിടത്തും കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ അയാൾക്ക് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങ് തോന്നും. അതിന്റെ കൂട്ടത്തിൽ ഈ വാക്കൂടെ വരുമ്പോഴത്തേക്കിന് തെറിപ്പിക്കുന്ന പോലെ ആവും, മനസ്സിലായോ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പറയില്ല. പലതും ഞാൻ വളരെ കൂളായിട്ട് പറയുന്ന. ഇവിടെ ഈ പറഞ്ഞ എനിക്കിത് ഉപയോഗിക്കാതിരുന്നിരുന്നെങ്കിൽ എന്താവും എന്നുള്ളതാ, മനസ്സിലായല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഈ ഇത്രയും സംസാരിച്ചതിനകത്ത് ഈ രണ്ട് വാക്ക് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഈ തിരിച്ച് അപ്പുറത്തൊന്ന് തെറി മാത്രം പറയാൻ കുറച്ച് ആഗ്രഹിച്ച് കുറച്ച് ആൾക്കാരുണ്ട് കാണാൻ. അവർക്കൊന്നും പറയാൻ ആയി പോയാല് അതൊരു രസമുള്ള പരിപാടിയാന്ന് തോന്നിയില്ല. അതുകൊണ്ട് അവരും വിളിക്കട്ടെ, എല്ലാരും വിളിക്കുവാണല്ലോ ഇവിടെ. സത്യത്തില് എത്ര നാളായി ഇപ്പൊ ഈ പരിപാടി തുടങ്ങിയിട്ട്? ചെകുത്താൻ 10 വർഷമായി. 2013 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഇടുന്നത്. അപ്പൊ ഈ ചെകുത്താൻ എന്ന പേര് എല്ലാരും ചോദിച്ച ക്ലീശേ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ചെകുത്താൻ എന്ന പേര് ഒരു നെഗറ്റീവ് വൈബ് എന്നുള്ള പേര് വായിക്കുമ്പോ തന്നെ ചെകുത്താൻ അതൊരു വല്ലാത്തൊരു പേരാണ്. ആൾക്കാരിൽ നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുന്നത് തോന്നിയിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരു പേരില്ല. ചെകുത്താൻ എന്ന പേരില്ലേ? അങ്ങനെ പേരിനൊരു നെഗറ്റീവ് ആയിട്ടൊന്നും. പക്ഷെ താങ്കളുടെ കണ്ടന്റ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഒരു നെഗറ്റീവ് ഇമേജ് കിട്ടിയാൽ കൊള്ളാമെന്ന് ഇന്നത്തെ കാലത്ത് ട്രെൻഡ് ആയിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്തോ? ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് അല്ല. അത് ഈ പറയുന്ന ഇതേ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു. അങ്ങനല്ല. ഇപ്പൊ ഒരാള് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു മനുഷ്യൻ പെട്ടേക്കുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു അക്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അയാള് ഇപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ഇയാളെ തല്ലുവാന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ അങ്ങനെ തല്ലത്തില്ല, ഞാൻ ചിലപ്പോൾ ഇയാളെ തല്ലരുതെന്ന് പറയും. എന്നിട്ട് ഞാൻ അയാളുടെ കാര്യം അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ നിരപരാധിയായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ പോയി നിന്ന് ഈ 100 പേരെയും അകറ്റാനുള്ള മാക്സിമം ഞാൻ ശ്രമിക്കും. അത് ഇതുവരെയുള്ള പല വീഡിയോയിലും അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോഡ് നടക്കുക, തട്ടിപ്പുകൾ, ഏത് രീതിയിലുള്ള തട്ടിപ്പുകൾ,
മാർക്കറ്റ് ചെയ്ത് തട്ടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെ എന്തെങ്കിലും തരത്തിൽ അത് എനിക്കറിയാവുന്ന ഏരിയയിൽ, അതായത് ഇപ്പൊ മതം അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പറഞ്ഞ രാഷ്ട്രീയ പരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ നടന്ന പോലത്തെ സംഭവങ്ങളിലൊക്കെ നടന്നു ഒരുതരം എന്താ പറയണ്ടേ, ഒരിക്കലും അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്നൊക്കെ കണ്ടാൽ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്റെ ഞാൻ പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ച വീഡിയോ ഇടുന്നത്, അല്ലാതെ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്രയൊന്നും ബുദ്ധിമുട്ടാറില്ല. പിന്നെ എനിക്ക് വാക്ക് ഒഴിവാക്കാൻ പറ്റും. അതിപ്പോ ഇത് എത്ര നേരം നിങ്ങൾ ലൈവ് ഇട്ടാലും എന്റെ വായിന്നത് വരത്തില്ല. ഇതുവരെ ഒറ്റ ഇന്റർവ്യൂലോ അല്ല വേറെ എവിടെ ഒന്ന് സംസാരിച്ചവരോ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്ന കേട്ടിട്ടില്ല. പിന്നെ എന്റെ വീഡിയോ മാത്രമേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ. അത് എന്റെ പേജ്, എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂടെ കണക്ട് ചെയ്യുന്ന കാണുന്നത്. മനസ്സിലായോ? അതായത് അവർക്ക് എന്തെങ്കിലും തെറി പറഞ്ഞിട്ട് പോട്ടെ, കാരണം ചിലപ്പോൾ അവർക്കൊന്നും പറയാൻ കാണത്തില്ല. ഇതുകൂടി ഇല്ലാന്നെങ്കിൽ ഇവരെന്ത് പറഞ്ഞേനെ പലരും. മനസ്സിലായോ? ഇവരെല്ലാം തിരിച്ച് ഇതുവരെ ഞാനത് മനഃപൂർവ്വം കുറെ ചെയ്തിട്ടുണ്ട്. കാരണം അവരിത് പറയുന്നത് അവർക്ക് വേറൊന്നും പറയാനില്ലാതെ അവരിതേ മാത്രം പിടിക്കും. അതെനിക്ക് ഭയങ്കര രസമാണ് കാണാൻ. ഇവര് ഇത്രയും സാധനം വിട്ടിട്ട് ഈ മലയാളികള് ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞത് കൊണ്ട് അവൻ ഭയങ്കര മോശക്കാരനാവുകയാണ്, അല്ലെങ്കിൽ അവനെ ഒരുപാട് ചീത്ത വിളിക്കേണ്ടവനാണ്, ചെകുത്താന്ന് പേരുണ്ട്, ഇയാള് നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റിയൊക്കെ മോശമാ പറയുന്നത്. ഞാൻ ഇവരെ പറ്റി വെറുതെ അപവാദം ഒന്നും പറയുന്നില്ല. ആരെ പറ്റി അപവാദം പറഞ്ഞാൽ ശരിയാകത്തില്ല. ഞാനിവിടെ ന്യൂസ് വരുവാണ്, ഒരാളൊരു ന്യൂസ് വന്നു, ആ ന്യൂസ് കണ്ടന്റ് എന്താന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്തൊരു അഭിപ്രായം ഉണ്ട്. മനസ്സിലായി? എല്ലാവർക്കും ഉണ്ടത്. ഇപ്പൊ എന്ത് കേട്ടാലും അഭിപ്രായമല്ലേ. അപ്പൊ അതെല്ലാരും പറയുന്നത് ഞാനും പറയുന്നുണ്ട്. പക്ഷെ എന്തോ എന്റെ അഭിപ്രായത്തിൽ എവിടെയോ ചെറിയൊരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് അഭിപ്രായത്തിലുള്ള പ്രശ്നം കൊണ്ട് ഈ പറഞ്ഞ വാക്കിലൊക്കെ പിടിച്ച് എങ്ങനെയോ ആൾക്കാർ ഈ മറ്റേ പറഞ്ഞിട്ടില്ലേ, ഈ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും പിടികിട്ടാതെ നിൽക്കുന്നവൻ എന്തെങ്കിലും കാണിച്ചിട്ട് അവനൊരു ഇതുണ്ടാവും, ഒരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് അത്ര സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പൊ അവർ ആ ഈഗോ കൊണ്ട് എന്ത് ചെയ്യും, എന്നെ ആക്രമിക്കാനും വായടപ്പിക്കാനും തെറി വിളിക്കാനും ഒക്കെ വരുന്നത്. മനസ്സിലായി? നമ്മളല്ലാതെ എനിക്ക് ഇന്നേ വരെ എന്നോട് ഒരാൾ സംസാരിച്ചിട്ട് തെറി വിളിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ ആള് സംസാരിക്കുന്നത് അത്രയും ഭയങ്കര കൊള്ളാവുന്ന ആളാണ്, ഞാൻ ഇരുന്ന് കേൾക്കും. ഇനി അയാൾക്ക് എന്നെക്കാൾ അറിവ് കുറവാണ്, ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കണം. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. മനസ്സിലായി? ഇപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനായിട്ടായിരുന്നു ഞാൻ ഇത്തിരി സംസാരിക്കും. എന്തൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരോട് തന്നെ പോയി സംസാരിക്കും. ഇത് അറിയാവുന്നവരോട് തന്നെ പോയി സംസാരിക്കും. അപ്പൊ ഞാൻ മിണ്ടാ നിൽക്കും. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഒത്തിരി വീഡിയോ എന്റെ അടുത്ത് ഉണ്ട്. പലരും വന്ന് ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളോട് കുറച്ചെന്താണ് കോമഡി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അയാൾ സംസാരിക്കാൻ നീ അനുവദിക്കുന്നില്ല, അയാൾ പറയട്ടെ എന്ന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അല്ല എല്ലായിടത്തും ഇത് തന്നെ അങ്ങനെ ഇങ്ങനത്തെ ഒരു ലേബൽ അടിച്ചു വെച്ചിട്ട് ഇപ്പൊ കോൾ എ ഡോഗ് എ ബാഡ് നെയിം ആൻഡ് ഹാങ് ഹിം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ചെയ്യാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ നമ്മുടെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കോൺട്രവേഴ്സി, ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് അറസ്റ്റ്, ലോക്കപ്പ്, ജയില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു താങ്കളുടെ ഒരു പ്രതീക്ഷിച്ചിരുന്നോ ഇത്? അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കണമെന്നില്ല. പക്ഷെ ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. ഇപ്പൊ തോന്നുന്നു ഇപ്പോഴല്ല. അതെനിക്ക് ഈ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഉറച്ചു നിൽക്കുകയാണ്, തെറ്റൊന്നും ചെയ്തില്ല. അങ്ങനെയല്ല, ഞാൻ പറയാം. അതായത് ഇവിടെ ഒത്തിരി നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്തിനാ സംശയിക്കാതിരിക്കുന്നത്? ഇവിടെ ഈ പറയുന്നതൊക്കെ കേട്ടോ 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിട്ടെന്ന് പറയും. എന്നിട്ട് ഇപ്പൊ പുതിയ വിധി വന്നേക്കുന്നു, ഏതെങ്കിലും കാരണവശാൽ ഒരാള് കള്ളക്കേസ് കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ആക്കിയത് സ്ത്രീകളുടെ വിഷയത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരുത്തന് ശിക്ഷ അനുഭവിച്ച അത്രയും നാളും ആ പെണ്ണിനെ കൊണ്ട് ശിക്ഷ അനുഭവിപ്പിക്കും എന്നൊക്കെ കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും വളരെ എവിഡന്റ് ആണ് ഇവിടെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണേ. അപ്പോ നിങ്ങളും പ്രതീക്ഷിച്ചു, ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമറമാനൊക്കെ പ്രതീക്ഷിക്കണം ഏതെങ്കിലും ഒരു ദിവസം ഇതേ സാധനം ഫേസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ വലിയ ക്രൈം ചെയ്താലും ചെറിയ ക്രൈം ചെയ്താലും എന്ത് ചെയ്താലും ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ എവിടെ നോക്കി നിന്നാലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കാം. മനസ്സിലായോ? അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പ്രതീക്ഷിക്കുകയല്ല, അത് ഉറപ്പാ. എപ്പോ വെള്ളം കിട്ടും. ഇപ്പൊ താങ്കളെ പെടുത്തിയവർ അല്ലെങ്കിൽ താങ്കൾക്കെതിരെ പരാതി കൊടുത്തവർ താങ്കളെക്കാളും വലിയ കുറ്റവാളികളായത് കൊണ്ടാണോ താങ്കൾ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ട്? ഇതിലും വലിയ തെറ്റുകൾ അല്ലെങ്കിൽ ഇതിലും വലിയത് അവർക്ക് മറയ്ക്കാനുണ്ട് എന്നുള്ളതാണോ താങ്കളെ പെട്ടെന്ന് തന്നെ നിശബ്ദനാക്കാൻ ഒരു പ്രേരണ അവർക്കുണ്ടായെന്ന് തോന്നുന്നുണ്ടോ? പരാതി കൊടുത്തവർ. ഏത് പരാതി കൊടുത്തവര്? താങ്കൾ ഇപ്പൊ മോശപ്പെട്ട് സംസാരിച്ചു അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണോ താങ്കൾക്കെതിരെ പരാതി പോയിരിക്കുന്നത്? അതിന്റെ പേരിലാണോ താങ്കളെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെയാണോ? അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു സാധനം ഉണ്ടല്ലോ. അതായത് എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ്
അതെ, മാധ്യമങ്ങളിൽ. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വാർത്ത മാത്രമേ അത് വന്നിട്ടുള്ളൂ. വേറെ ആരും പിന്നെ മലയാള മനോരമയിലും പറയുന്നുണ്ടായിരുന്നു. എന്താ പറയാ, ചെകുത്താനെ അറസ്റ്റ് ചെയ്തെന്ന്. തിരുവല്ലയിലെ വീട്ടിൽ നിന്നും ചെകുത്താനെ അറസ്റ്റ് ചെയ്ത് ചെകുത്താൻ കണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനും വേണ്ടി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയാമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തിനാണ് ഒരാളെ ഇപ്പൊ എന്നെ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ CA വിളിക്കുന്നത്. ഫോൺ എടുത്തിട്ട് പറഞ്ഞു മോഹൻലാലായിട്ടുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് സംശയം തോന്നില്ല, ചിലപ്പോൾ ആദ്യം പറ്റിക്കാനാന്ന് വിചാരിക്കും ആരെങ്കിലും. അപ്പോ പുള്ളി പറഞ്ഞു ഞാൻ CA ആണ്, അതാണ്. ഓക്കെ ശരി, ഡിലീറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അതങ്ങനെ വിടും. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇന്നില്ല നാളെ 8 മണിക്ക് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേറൊരു പോലീസുകാരൻ വിളിച്ചിട്ട് ബാക്കി പറയുമെന്ന് പറഞ്ഞു. കാരണം അത് കഴിഞ്ഞപ്പോ മറ്റേ പോലീസുകാരൻ വിളിച്ചു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഇന്ന് വരാനാണെങ്കിൽ എത്ര മണിക്ക് വരണമെന്ന് ചോദിച്ചു. എനിക്ക് നാളത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കത് പെട്ടെന്ന് ചെല്ലണം. രണ്ടിലൊന്നും പെട്ടെന്ന് അറിയുന്ന ആളൊന്നല്ല, ഇത് എന്താ വിഷയം എന്ന് എനിക്ക് അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഇന്ന് വരാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴും വരുമെന്ന് അറിയത്തില്ല, വേറെ കേസുമായിട്ടൊക്കെ തമിഴ്നാട്ടിലെങ്ങാണ്ട് പോയേക്കുന്ന പോലത്തെ എന്തോ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്ന പിന്നെ നാളെ രാവിലെ പോവാം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ രാവിലെ പോകാൻ റെഡിയാവുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 12 മണി മുതൽ 7:15 ആണ് ഞാൻ അതിന്റെ അപ്ലോഡ് ചെയ്ത ടൈം കണ്ടത് ഏഷ്യാനെറ്റില്. ഞാനൊരു 7:30 കണ്ടത്. എനിക്ക് താങ്കളെ വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് താങ്കൾ അല്ല 12 മണിക്ക് വിളിച്ച് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു അഡ്വക്കേറ്റ്. അപ്പൊ അവനോട് വൈകുന്നേരം ആയപ്പോ ഞാൻ പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. CA വന്നോ ഇല്ലെന്ന് അറിയത്തില്ല, നീ ഒന്ന് വിളിച്ചു ചോദിക്കാവോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്തോ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാമെന്ന് ചോദിച്ചപ്പോ അവൻ വിളിച്ചപ്പോഴും CA പറഞ്ഞത് കുഴപ്പമില്ല നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് വാർത്ത ഏഷ്യനെറ്റ് എങ്ങനെ അറിഞ്ഞു? അല്ല അതും കഴിഞ്ഞ വാർത്ത വരുന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് SHO പറഞ്ഞു ഇവൻ അബ്സ്കോണ്ടിങ് ആണെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞു വാർത്തകളൊന്നും വിശ്വസിക്കണ്ട, അവർ നീ ചത്തുവോ എന്നൊക്കെ ചിലപ്പോ പറയും. നീ ഇപ്പൊ എന്നോട് സംസാരിക്കാതിരിക്കുമല്ലേ, നീ ചത്തിട്ടില്ല, അപ്പൊ നീ നാളെ രാവിലെ വന്നോ, 8 മണിയാകുമ്പോൾ വരണം, എനിക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അതിന്റെ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ഇമ്പോർട്ടന്റ് കേസാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് കറക്റ്റ് ആയിട്ട് 8 മണിക്ക് ചെല്ലണം. ഞാൻ കൃത്യം 8 മണിക്ക് അവിടെ എത്തുമ്പോൾ പുള്ളി കൃത്യം 8 മണിക്ക് പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ ചെല്ലുമ്പോൾ നേരെ പിടിച്ച് ലോക്കപ്പിലിടുന്നു. ഉപദ്രവിച്ചൊന്നുമില്ല, അങ്ങനെ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവര് നേരെ എന്നെ ഫോൺ മേടിക്കുന്നു, നേരെ ലോക്കപ്പിലോട്ട് കയറ്റിയിടുന്നു. കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ആധാർ ഉണ്ട്, അത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ലോക്കപ്പിൽ നിൽക്കുന്നു. അപ്പോ എനിക്കപ്പോ ഒരു സംശയം തോന്നി, ഇതെന്ത് ഇങ്ങനെ? അവര് പറഞ്ഞത് നിങ്ങൾ വരുന്നു, നമുക്ക് ഇതേപോലെ ഒരു കേസുണ്ട്, ബെയിലബിൾ ഒഫൻസ് ആണ്, അപ്പോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രത്യേകം ചോദിച്ചു, മറ്റേ പോലീസുകാരോട് ചോദിച്ചു ഈ ആധാർ കാർഡ് മാത്രം മതിയോ അതോ മറ്റേ കരമടച്ച റെസീപ്റ്റ് അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഇനി ചില കണ്ടീഷനിൽ നമ്മൾ മജിസ്ട്രേഷൻ എടുത്ത് പോകേണ്ടി വന്നാൽ അവിടെ കര അടിച്ച റെസീപ്റ്റ് ഉള്ള ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വരും, അങ്ങനെയാണ് ബെയില് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊന്നും സ്വന്തമായിട്ട് വീടും പറമ്പൊന്നും ഇതുവരെ ആരുടെയിലും ഇല്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാനൊന്നും ബുദ്ധിമുട്ടേ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരാളെ തപ്പി ഇറങ്ങിയിട്ട് കിട്ടുന്നില്ല. നമ്മൾ പിന്നെ കുറേ പാടുപെട്ടാ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഉണ്ട്, നമുക്ക് സമയം എടുക്കണം, ഒത്തിരി സമയം എടുക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ പേരെ കണ്ടു പരിചയപ്പെട്ട് പല കേസിലൊക്കെ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്യും, മറ്റു കേസുകൾ. അപ്പോ അതെനിക്ക് പ്രശ്നമില്ല. ഞാനപ്പോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് അകത്തെടുത്ത് എന്തോ ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നു. എല്ലാം ഒരു 5-6 പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്ത് എന്നെ ലോക്കപ്പിലിട്ടിട്ട്. അപ്പൊ അത് ഞാൻ ഓർത്ത് എന്ത് ഇവരിങ്ങനെ ചെയ്യുന്നേ, കാരണം ഇത്രയും പേര് ഫോട്ടോ എടുക്കാൻ ഇതെന്തുവാ. അപ്പൊ ഓക്കെ എന്തെങ്കിലും ആട്ടെ, ഇനി അവരുടെ ആവശ്യങ്ങളായിരിക്കും, പോലീസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു. മെഡിക്കൽ എടുക്കാൻ പോകുന്നു. അപ്പൊ മെഡിക്കൽ എടുക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നമുള്ള ആളാണെന്ന്, എനിക്ക് മരുന്ന് വേണമെന്ന്. കാരണം ഞാൻ മരുന്ന് വീട്ടിലൊക്കെ ഉണ്ട്, അത് എടുക്കണം, എന്റെ റൂമിലുണ്ട്. എനിക്കിതിന്റെ എല്ലാം പേര് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. എനിക്ക് ആകെ ബേസിക് ആയിട്ട് 2 കാര്യം ഓർമ്മയുള്ളൂ. ഞാൻ ഈ മരുന്നുണ്ട്, അത് കൂടാതെ വേറെ ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര തുമ്മലുള്ള ആളായതുകൊണ്ട് അതുപോലത്തെ മെഡിസിൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞു. ഓക്കെ അവരെടുത്ത് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇറങ്ങി. എനിക്ക് അറ്റാക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നു. പിന്നെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞ എറണാകുളം പോവാ. അതൊരു 10-11 മണിയോ 11-12 മണിക്ക് ഇടയിലെങ്ങാണ്ട് പോയിട്ട് ഇതിങ്ങനെ പോയി ഇടയ്ക്ക് വെച്ച് വല്ലതും കാണുന്നു, സംസാരിക്കുന്നു, അങ്ങനെ പോയി തെളിവെടുക്കുന്നു. തെളിവെടുത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ജാമ്യത്തിൽ വിടുന്നു. അപ്പൊ എനിക്ക് മരുന്ന് അവിടെ ഒരു 4 മണി ആയപ്പോ ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഉള്ള എല്ലാവരോടും പറഞ്ഞു. ആരും മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ അടുത്തോട്ട് ഒരാളെ കാണാൻ വിടത്തില്ല, സംസാരിക്കാൻ അനുവദിക്കത്തില്ല.
അല്ല, സത്യത്തിൽ താങ്കൾ ഒരു തരത്തിൽ ആക്രമണവും സ്റ്റേഷനിൽ കാണിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഈ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിടത്തും പോയി അക്രമം കാണിക്കാറില്ല. എനിക്ക് ഓടാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് കുതിച്ചോടാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ അങ്ങോട്ട് ചെന്ന ആളല്ലേ. ഞാനിവിടെ എന്താ പറയാ, അവര് വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ, അവര് വിളിച്ചോണ്ട് ചെന്ന ആളല്ലേ. ഞാൻ എന്തിനാ അപ്പൊ അങ്ങനെ ഓടാനാണ് എന്തിനാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്? ചെല്ലായിരുന്ന പോരെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ജാമ്യം കൊടുത്തു വിടുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ഈ വാർത്തയ്ക്ക് ശേഷം അടുത്ത ദിവസവും ഇവരുടെ വാർത്തക്കകത്ത് പറയുന്നത് അറസ്റ്റ് ചെയ്തു. അത് ഈ പറഞ്ഞ CI തിരുത്തുന്നു പോലുമില്ല. സത്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടേക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നത്. മനസ്സിലായി. എനിക്ക് അതിന്റെ പ്രൊസീജിയർ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ വേറെ പരിപാടിക്ക് പോകുമ്പോൾ ഈ ജാമ്യം എടുക്കാനുള്ള ആളെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ അഡ്വക്കേറ്റിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ അഡ്വക്കേറ്റ് ഈ ബബില പുള്ളിക്കാരിക്കൊക്കെ ഇത് ഈ പല സമയത്തും കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ അവിടെ. എനിക്ക് ഈ ലോ ആൻഡ് ഓർഡർ ഈ പറഞ്ഞ പരിപാടികളൊന്നും കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല. പിന്നെ ആകെ അറിയാവുന്നത് ഈ ജാമ്യം എടുക്കാൻ പോകാനായിട്ട് അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. താങ്കൾക്കെതിരെ ശരിക്കും പറഞ്ഞ എന്ത് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഇതൊന്നും അവര് പറയത്തില്ല, പോലീസ് അതൊന്നും പറയത്തില്ല. അതറിയാനുള്ള അവകാശം താങ്കൾക്കില്ല? അത് ചോദിച്ചില്ല, വക്കീലിനോട് ചോദിച്ചു? ഞാനത് പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പറയാൻ പറ്റത്തില്ല, വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വന്നാലെന്ന് പറഞ്ഞാൽ വെയിലബിൾ ഒഫൻസ് ആണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്തിന്റെ കാര്യമെന്ന് വെച്ചാൽ മോഹൻലാലായിട്ട് സംബന്ധിച്ച് വീഡിയോ ഇട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞു. എന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാര്യം. ഇത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരെ അപകീർത്തിയായിട്ട് സംസാരിച്ചു, അതാണ് താങ്കൾക്കെതിരെയുള്ള കേസ്. അതെ, കണ്ട് മനസ്സിലായത് എനിക്ക്. മനസ്സിലായത്. അപ്പൊ ഈ ഒരു കേസ് എടുക്കുമ്പോൾ താങ്കളിപ്പോ ഒരു മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം ചെയ്യാം, ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് അതെ തീർച്ചയായിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ലീഗൽ ഫോർമാലിറ്റി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി അത്രയ്ക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് എങ്ങനെയാ, അത് നമുക്ക് ശരിക്കും അഡ്വക്കേറ്റിനോട് തന്നെ ചോദിക്കാവുന്ന കേസേ ഉള്ളൂ. അവര് തന്നെ പറഞ്ഞോളൂ. ഈ ലൈവ് കാണാൻ പറ്റത്തില്ലല്ലോ ഇനി. ചുമ്മാ പറഞ്ഞോളൂ. ഹലോ, ബബില അജു ആണേ. ഇത് മമ്മിയുടെ ഫോണാ, എന്റെ ഈ ഫോണില്ലല്ലോ. അത് കാരണം ഇവിടെ ഒരു ഇന്റർവ്യൂ. ഹലോ, അതെ, ഇപ്പൊ ലൈവിലാണേ, വേറൊരു ചാനലിൽ ഇന്റർവ്യൂലാണേ. അപ്പോഴേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഇവര് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു കറക്റ്റ് ആയിരിക്കത്തില്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വിളിച്ചത്. ഫ്രീ ആണോ? അല്ലേ? ഓക്കെ എത്ര മിനിറ്റ്? നമ്മുടെ കാരണം മാഡം, ഞാൻ ഹലോ മാഡം ഞാൻ ഇവിടുന്ന് മലയാളി വാർത്ത എന്നാണ്, ലൈവായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു നിലപാടുകൾ, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിൽ നിന്ന പടങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വേർഷൻ കൂടെ കേൾക്കാനാണ് നമ്മൾ വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ലോക്കപ്പിലിടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം സറണ്ടർ ആയതല്ലേ. ലോക്കപ്പിലിടേണ്ട ആവശ്യമില്ലല്ലോ. സറണ്ടർ ആയ ഒരാള് പിന്നെയും തിരിഞ്ഞു ഓടും. ഓടുമായിരിക്കും, അറിയില്ല എന്തിന്റെ പേരിലാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് ഇല്ല. ഓക്കെ, ഇദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ടും അതിനൊരു പരിഗണനയൊന്നും അവിടെ കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, മാനുഷിക പരിഗണന കിട്ടണ്ടേ? മരുന്നൊക്കെ കുടിക്കണം എന്ന് പറയുമ്പോ അത് അവരെ അമ്മ പറഞ്ഞു. അവരമ്മ ശരിക്കും അവരമ്മയും ഒരു രോഗിയല്ലേ, മീൻസ് സീനിയർ സിറ്റിസൺ അല്ലേ. അജു ഒരു മോനാണെന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ അവര് ഒരു മോനാകുമ്പം പിന്നെ വീട്ടിലുള്ള ആൾക്കാരെ അറിയിക്കണ്ടേ എങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ. കൊണ്ടുപോകുന്ന എന്തിനാണ് രോഗികളെ? മെഡിക്കലിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രൊസീഡിങ്സ് തുടങ്ങിയത് തന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിട്ടായിരിക്കും. അസുഖങ്ങളുണ്ടോന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ മരിച്ചു പോവാവുന്ന അസുഖങ്ങളുണ്ടോന്നുള്ളത് ടെൻഷൻ കൂടിയാല് മരിച്ചു പോയാലോ. അവരൊന്നും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിനെയും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. അത്രയുള്ള കാര്യങ്ങൾ വരെ ഇൻക്ലൂഡ് ചെയ്ത് അത്രയും നല്ലോണം ഉള്ളൊരു പ്രൊസീജിയർ ഉണ്ടായിട്ട് പോലും അവിടെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മെഡിസിൻ വേണം എന്നുള്ളത്, അതും ഹൃദ്രോഗിയായിട്ടുള്ള ആൾക്ക്
അതെ 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 അതൊന്നും ശ്രദ്ധിക്കാണ്ടായില്ല. ഫെയിമും ആയിരിക്കണം വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ നോക്കുന്ന സമയത്ത് നടന്മാരെ സംഘടനയും ഉം, ഉം, ഉം. അതെ അതെ അങ്ങനത്തെ അതെ കുറെ ആൾക്കാരും പിന്നെ ഈ ആള് തന്നെ പിടിക്കപ്പെട്ടത് ഈ പറയുന്ന പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരാളായോണ്ട് ഒക്കെ തന്നെയല്ലേ. അതെ 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 അതെ. അല്ല മാഡം, താങ്കൾക്ക് അത്യാവശ്യം അതെ അതെ മാഡം, പിന്നെ അതായത് ഈ പറയുന്ന അദ്ദേഹം അപകീർത്തിപ്പെട്ടു എന്ന് പറയുന്ന നടന് ഇതിൽ പരാതിയില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പരാതി നിലനിൽക്കത്തില്ലേ? അപ്പൊ എങ്ങനെയാണത്? അല്ല, പരാതി കൊടുത്തത് നടനല്ലാലോ. ഉം, 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 ഉം. പരാതി കൊടുത്തത് നടന്റെ എന്താ സംഘടന ആയിട്ടുള്ള അതിന്റെ സംഘടനയുടെ ഒരു ഭാരവാഹിയാണ് കൊടുത്തത്, സെക്രട്ടറിയാണ് കൊടുത്തത്. സെക്രട്ടറി. അതെ അതെ അതെ. ആ, അപ്പൊ ഈ പറയുന്ന പോലെ അവർക്ക് പരാതി ഇല്ലെങ്കിലും നിലനിൽക്കേണ്ടതാണ്. ഉം, ഉം, പക്ഷെ ആ കേസ് എന്ന് പറയുന്നത് ഉം. നിലനിന്നാൽ പോലും സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാം എന്നുള്ള ഒരു ഇതാണ് അറിവോടും സമ്മതത്തോടും കൂടിയാണ്. മനസ്സിലായത്? ഓക്കെ. നമ്മളെപ്പോഴും ഒരു ക്രൈം വരുന്നത് എങ്ങനെയാ, പോലീസായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ, അവർക്ക് അത് അറിയണമല്ലോ. അതെ അതെ അതെ. അപ്പൊ അറിവോടും മനസ്സറിവോടും കൂടിയിട്ടാണ് ഈ ഒരു സാധനം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു എന്താ പറയാ നെഗ്ലിജൻസ് അല്ല ഉണ്ടാവുന്നത്, തീർത്തും അവഗണനയാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതെ അതെ അതെ. അറിവില്ലായ്മയും കൊണ്ട് ഉണ്ടായ നെഗ്ലിജൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കൊന്നുമല്ല. ശരിക്കും ഈ പറയുന്ന സാധനം ഒരു ഡോക്ടർ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് അത് അത്രയും നല്ലോണം തന്നെ പരിശോധിച്ച് അത്രയും നല്ലോണം തന്നെ കീപ്പ് ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയൊരു പേഷ്യന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പരിപാടി എങ്ങനെയാ? അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറസ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് വിളിച്ചിട്ട് സറണ്ടർ ആവാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ നിങ്ങളെ മൊഴിയെടുക്കും. മൊഴിയെടുത്തിട്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യം തന്നിട്ട് അവർക്ക് തീരുമാനിക്കാം സ്റ്റേഷനിൽ ആൾ ജാമ്യം തരണോ, നിങ്ങളെ ജാമ്യം തരണോ അതോ ആൾ ജാമ്യം തരണോ എന്നല്ലേ. അത് തന്നിട്ട് അവർക്ക് ഇതാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് കോടതിയിൽ 24 മണിക്കൂർ കൊണ്ട് റിപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പൊ മെഡിക്കൽ എടുത്തു അത് കഴിഞ്ഞിട്ടാണോ ഈ മൊഴി എടുക്കുന്നത്? മെഡിക്കൽ എടുക്കുന്നത് നിങ്ങളെ കണ്ടീഷൻസ് അറിയാൻ വേണ്ടി. സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഈ തെളിവെടുക്കാൻ പോകുന്നത് ഇതിനകത്തുള്ളതാണോ? ഇപ്പൊ ഉണ്ടായിരുന്ന ഈ കേസ് തെളിവെടുപ്പ് തെളിവെടുക്കേണ്ടത് ശരിക്കും മൊഴി നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മൊഴിയിൽ എന്തായിരുന്നു പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, അതിനകത്ത് വേറൊന്നും ഇല്ലല്ലോ, അതിനകത്ത് ആകെ വീഡിയോ അല്ലേ ഉള്ളൂ. ശരിക്കും അതിനകത്തൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് വീഡിയോ എടുത്തപ്പോ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. അതെല്ലാം അതിനകത്ത് ഈ ഫോണും ഞാനേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ ആരും വരുന്നില്ല. ഫോണും ഉണ്ട് ഞാനും ഉണ്ട്, അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ വണ്ടിക്കകത്ത് വഴിയിലൊക്കെ. പിന്നെ നിങ്ങളെ റൂമിലെത്തിയിട്ട് എന്തിനാ അവര് ഫോണും ഇത് മാത്രം എടുത്താ പോരായിരുന്നോ? നിങ്ങളെ ഡമ്പല് അത് ഇതൊക്കെ എടുത്ത്. ഡമ്പലല്ല, ഗിംബലും പിന്നെ എന്താ മറ്റേ ട്രൈപോഡ് സ്റ്റാൻഡ് അത് ഇതൊക്കെ എടുത്തു. സോറി, ഗിംബലും ആ സാധനമൊക്കെ എന്തിനാ എടുത്തുകൊണ്ടോയേ? അതെനിക്ക് മനസ്സിലായില്ല. അത് എന്തോ നിങ്ങളത് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട സാധനമാണ്. എന്നിട്ട് അത് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയോ? അയ്യോ, അതൊന്നും എനിക്ക് അറിയത്തില്ല, അങ്ങനൊന്നും തന്നിട്ടൊന്നുമില്ല. ആ ലിസ്റ്റ് വാങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് കോടതി കൊടുക്കാൻ വേണ്ടിട്ട്. ഈ സാധനം തിരിച്ചു തരണം എന്നും പറഞ്ഞിട്ടെ. അയ്യോ, അങ്ങനെ ലിസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കോടതി ആ ലിസ്റ്റ് കിട്ടണമല്ലോ. ആ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് അത് കോടതി കൊടുത്തിട്ട് ആ കോടതിയിൽ നിന്ന് അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി. അവർ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോ അവരത് കോടതി കൊടുക്കും. അപ്പൊ നിങ്ങളെ ലിസ്റ്റ് ബോധിപ്പിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെ ലിസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ആ ലിസ്റ്റ് അപ്പൊ നമ്മുടെ തരണമല്ലേ ഇവര് എടുത്തോണ്ട് പോയ സാധനങ്ങളുടെ ലിസ്റ്റ്? അത് നിങ്ങളെ ബോധിപ്പിക്കണ്ടേ? എടുത്തുകൊണ്ടുപോകുന്ന എന്തും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ എന്തും കുത്തിച്ചേർക്കാലോ. അത് ശരിയാണല്ലോ. എനിക്ക് അല്ല, അങ്ങനെ തരാതെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് എന്താ മനസ്സിലാവുന്നത്? നമ്മള് ഏതായാലും എന്താണ് ലിസ്റ്റിൽ ഒപ്പിടാതെ പോകാൻ പറ്റത്തില്ല. അത് അവരുടെ കുഴപ്പമില്ലേ? അതെ, അപ്പൊ അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങൾ. അതാ പറയുന്നത്. നിങ്ങളെ നോളജ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിവ് സമ്പാദിച്ചു തരേണ്ടത് അവരാണ്. ഓക്കെ, നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സമ്മതത്തോടു കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത്.
ആ മനസ്സിലായോ? നിങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കണ്ടീഷൻ ഞങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ നല്ലോണം നോക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങളെ ഒരു കാര്യം കൊണ്ടും നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നിങ്ങൾക്ക് ഹനിക്കാൻ പാടില്ല. അതെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ അറിവുണ്ടാവണ്ടേ, അറിവുണ്ടാക്കണ്ടേ. അതെ അതെ, ശരിക്കും അറിവില്ലായ്മ ദുരുപയോഗം ചെയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ മാം. അത് അറിവുണ്ടാക്കുന്ന അറിവുള്ള ആൾക്കാരല്ലേ. അതെ അതെ അതെ. ട്രെയിനിങ്ങിനും അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ എനിക്കെതിരെ കേസിന് പോകുന്നത്. കേസ് ഞാൻ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ പോകും. എല്ലാവർക്കും അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും സർക്കാർ പണം മുടക്കിയിട്ട് അയക്കുന്നത്. ഞാനേ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു കേസ് ഇതേ സമയത്ത് ബാല എന്റെ വീട്ടിൽ തോക്കും കൊണ്ട് വന്നു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് ഇവർ ഇത്രയും സ്പീഡിൽ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ നീ പറയുന്ന പോലെ അത് നീതി എല്ലാവർക്കും ഒരുപോലെ അല്ല എന്ന് വേണം അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അത് എനിക്ക് അതിൽ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ കംപ്ലൈന്റ് എങ്ങനെ ഫ്രെയിം ചെയ്തു, എന്ത് രീതിയിൽ പറഞ്ഞു എന്നുള്ളതിനനുസരിച്ചും കൂടി ഉണ്ടല്ലോ. അതിനുവേണ്ടി ഞാൻ അന്നേരം ഈ എന്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അത് പറയാനുണ്ടായ കാരണം കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്ത ഒരു സാധനത്തിന്റെ മുകളിലുള്ള വല്ല മിസ്റ്റേക്കും കൊണ്ട് ഇത് അവർക്ക് അന്വേഷിച്ചാ മതി, ജസ്റ്റ് അന്വേഷിച്ചാ മതി എന്നുള്ളത് തോന്നിയതുകൊണ്ട് ഒരു പിറ്റേന്നും അന്വേഷിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയതായിരിക്കും. അതെ, എന്തെന്നറിയാം ഞാൻ പറയാൻ കാര്യം വേണ്ടിയിരുന്നത് അതൊക്കെ ശരിയല്ലേ. അല്ല, അതിനകത്ത് നമ്മുടെ ഒരു അറിവില്ലായ്മ ഉണ്ട്. അതെ അതെ അതെ, എന്റെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ അവിടെ നിന്ന്. അല്ലേ, ശരിയല്ലേ? അതെ അതെ, ആ ഒരു കാര്യത്തില് നമുക്കറിയത്തില്ല അവര് എങ്ങനെ എഴുതുന്നോ ചെയ്യുന്നോ നമുക്കറിയത്തില്ല. നമ്മളിവരെ വിശ്വസിക്കാന്നുള്ള ഒറ്റ കാര്യം. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞു. ആ കേസിലായിരിക്കില്ലേ പഠിച്ച്? ഇല്ല, അതിനകത്ത് ഞാനല്ലേ കൊണ്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആസ് എ പ്രതി. അപ്പം ശരിക്കും പറഞ്ഞാൽ അവര് നിങ്ങളെ എന്താ പറയാ ലിസ്റ്റൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ ഒപ്പൊക്കെ വാങ്ങിയിട്ട് കാര്യങ്ങൾ ഇതാക്കണം. അതേപോലെ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് ഉള്ള എല്ലാ ഹ്യൂമൻ റൈറ്റ്സും വെച്ചിട്ട് വേണം. ഇപ്പം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോയി ടെൻഷൻ അടിച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയല്ലേ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ അവര് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ഈ കേസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവനുസരിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കേസിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും നോക്കിയിട്ടില്ല. കാരണം മരുന്ന് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്ക് എത്രത്തോളം വേണ്ടതാണെന്നുള്ളത്, അത് അസുഖം വന്നോ അസുഖം വന്നില്ല, അല്ലെ ബുദ്ധിമുട്ട് വന്നോ ബുദ്ധിമുട്ട് വന്നില്ലേന്ന് നോക്കിയിട്ടല്ലല്ലോ കൊടുക്കേണ്ടത്. അതല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന എന്തിനായിരിക്കും? ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, അത് കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായ ഒരു സാധനം. ഇതിനു മുമ്പ് ഒരു പ്രതിയാക്കപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നേ പോലീസ്. തൊപ്പി ആളെ മനസ്സിലായ? എനിക്ക് മനസ്സിലായി. കാരണം എന്താ പറയാ, തൊപ്പിയോട് ഇതുപോലെ തന്നെ നാളെ ചെന്നാ മതി, അല്ലേ മറ്റന്നാ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് രാത്രിയിലാ ചെന്നത് കഥവ് ചവിട്ടി പൊളിച്ചിരിക്കും. അപ്പൊ അത് ആ ഡ്രാമ എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കിങ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും എക്സിബിഷനിസം പോലെ തന്നെ എന്താ പറയാ മാനസികമായിട്ട് എന്താ ഞാൻ അതിനും പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ അബ്സ്കോണ്ടിങ് ആണ്. അതുമല്ല, എന്നോട് 12 മണിക്ക് വിളിച്ചു പറഞ്ഞിട്ട് 7 മണിയാകുമ്പോ അബ്സ്കോണ്ടിങ് ആണെന്ന് അടിച്ചു വിടുന്നത്. അത് നാളെ രാവിലെ 8 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞതോ. അതായത് കൃത്യം ഒരു എത്ര മണിക്കൂറുണ്ട്, 12 to 20 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ തന്നെ വെറുതെ അങ്ങ് പറയുക. ഇപ്പൊ ഇന്ന് വരണ്ട, അയാളവിടെ CI അവിടെ ഇല്ല. ഞാൻ രണ്ടാമത് വിളിക്കുമ്പോഴും CI സ്റ്റേഷനിലില്ല. പുള്ളി വേറെ ആവശ്യത്തിന് പോയേക്കുവാ. രാവിലെ 8 മണിക്ക് വന്നില്ല, പിന്നെയും പുള്ളിയെ കാണാൻ പറ്റത്തില്ലെന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാൻ കൃത്യം 8 മണിക്ക് ചെല്ലുന്നുണ്ട്. അതിന് തെളിവ് അവിടുത്തെ അവര് CCTV, പോലീസ് സ്റ്റേഷന് ചുറ്റും CCTV ആണല്ലോ. കോൾ റെക്കോർഡിംഗ് എന്തെങ്കിലും ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലില്ല, നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടാണ് പോകുന്നതെന്നുള്ളതിന് തെളിവുണ്ടോ? അതെ അതെ, ഉണ്ട്. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? ഈ പറയുന്ന പോലെ വിളിച്ചിട്ട് ആണ് പോയതെന്നുള്ളത് നിങ്ങളടുത്ത് തെളിവുണ്ട്. അപ്പൊ ശരിക്കും അത് തെറ്റാണ്. അതെ, അത് വാർത്താ മാധ്യമങ്ങൾ ഇതുവരെ തിരുത്തിയിട്ട് പോലും ഇല്ല. ഞാൻ ഒത്തിരി എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് എത്രയും ഇതിൽ പറയാമല്ലോ. ഞാൻ കൂടുതലായി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാ എന്റെ എത്തിക്സും വിട്ടു ഞാൻ സംസാരിക്കുന്നു. ഞാൻ ഈ ഒരു നമ്മള് ഒക്കെ ലിയോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായാലും അറിവോട് കൂടിയിട്ട് ഈ സംഭവം നടക്കുന്നതെന്നുള്ളതാ.
അതന്നെ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒരാളെ ലീഗലി അറിവുള്ള ആളാണ്, ശരിക്കും അധികാരത്തിൽ ഇരിക്കുന്ന ആളാണ്. ശരിക്കും മാഡം ഇദ്ദേഹം ഒരു പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പറയപ്പെട്ടിരിക്കുന്ന ആള് അതിലേക്കാൾ മേളിരിക്കുന്ന ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത് പെടുത്തിയതാണെന്ന് മാഡം ചിന്തിക്കുന്നുണ്ടോ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ? അങ്ങനെയല്ലേ തോന്നേണ്ടത്. അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്റെ അറിവ് വെച്ചിട്ട് ഈ കേസിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാവുന്ന ഒരു കേസാണ്. അതെ അതെ. അതല്ല, ഞാനൊരു കാര്യം ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഇവര് എല്ലാ കാര്യങ്ങളൊന്നും വെച്ചാല് പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് കൊണ്ടു നടന്നിട്ടില്ല. അല്ല ബാബില, വേറെ കാര്യം ചോദിച്ചിട്ട് അവര് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതങ്ങ് സമ്മതിച്ചു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെയും എന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയിലോട്ട് വിട്ടാ പോരെ? മതി. ഞാൻ അത് നിഷേധിച്ചിട്ട് പോലും ഇല്ല ശരിക്കും. വളരെ ചെറിയ കോടതി പോയാൽ തന്നെ പ്ലീഡിംഗ് ഗിൽറ്റി പറഞ്ഞിട്ട് വളരെ ചെറിയ. ഞാൻ ആകെ പറഞ്ഞത് ഇവര് എഴുതി വെച്ചേക്കുന്ന പോലെ അല്ല, ഇതിനകത്ത് അവർ എഴുതിയേക്കുന്ന പോലെ അല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ വാക്കുകളൊക്കെ അതിനകത്തുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയല്ല, അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ല ഈ എഫ്ഐആറിനകത്ത് കാണുന്നത്. അയാൾ വായിച്ച് കേൾപ്പിച്ചു തന്നെ ഇതുപോലെ തന്നെയല്ല, കുറച്ച് വ്യത്യാസമൊക്കെ കാണും. അത് വീഡിയോയിൽ അങ്ങനെ അത്രയും ഇല്ലെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അതായത് ഇപ്പൊ ഒരു സെന്റൻസ്, അതായത് എങ്ങനെയാണെന്ന് ഒരു സെന്റൻസ് അവർ എഴുതിയതല്ലേ. അല്ലല്ല, എഫ്ഐആറിൽ നിങ്ങള് എന്താണോ പറഞ്ഞത് ആ സാധനം തന്നെ വേണമല്ലോ. കാരണം എഫ്ഐആർ എന്ന് പറയുന്നത് ഒരാൾ കൊടുത്ത കംപ്ലൈന്റിന്റെ മുകളിലുള്ള. അല്ലല്ല, ഞാൻ പറയുന്നത് ഇത് ഒന്നിച്ച് അവര് ഇത്രയും ഒരു 3 സാധനം എഴുതി വെച്ചേക്കുന്നത്. അത് ഒന്നിച്ച് ഒറ്റ സെന്റൻസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളതാണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ മനസ്സിലായത്. ഒരു വീഡിയോയുടെ ഒരു മിനിറ്റിൽ പറഞ്ഞതും പിന്നെ 3ാമത്തെ മിനിറ്റിൽ പറഞ്ഞതും ഒരു 5ാമത്തെ, അതെന്ന് വെച്ചാൽ ഞാൻ നിരത്തി പറഞ്ഞല്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ അവരോട് ഒപ്പോസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ല ബാക്കി അത് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ അത് അതിനകത്തുള്ളതാന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ അതിനകത്ത് ആ ഒരു എന്ന് പറയുന്ന ഒരു സാധനം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു സാധനമല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, തിരിച്ചു പോലും പറഞ്ഞിട്ടില്ല ഒന്നും. ഇതിലുണ്ടായത് നിങ്ങളാ ദൂരയാത്ര കൊണ്ടുപോയതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അതും ഹൃദ്രോഗിയായ നിങ്ങൾക്ക് മരുന്ന് തന്നില്ല. ഞാനാണ് വണ്ടി ലോക്കലിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. സിസ്റ്റം നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആളുടെ ജോലി വരെ പോകാവുന്ന രീതിയിലുള്ളതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും ഹ്യൂമൻ ഒരാൾ മരിക്കാവുന്ന സാധനമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രോഗമാണ് നിങ്ങൾക്കുള്ളത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അതല്ല, ഇവര് സ്ട്രെസ് കൂട്ടുന്ന രീതിയിലൊക്കെ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു എന്റെ അടുത്ത്. ഒരു വകുപ്പിടും 152 എന്ന് പറഞ്ഞ വകുപ്പിട്ടാ നീ ഇനി പുറം ലോകം കാണത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വിരട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മള് കേൾക്കുന്ന പരുവത്തിൽ അവിടെ ഇരുന്ന് പലരെയും വിളിച്ച് ഇവനെ അകത്താക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞതാ മേജർ സാറ്, മേജർ വിളിക്കുന്നു. കുറ്റകൃത്യം ചെയ്ത അറിവോടും തിരിച്ചറിവോടും കൂടിയിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള കുറ്റം ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ് മനസ്സിലാവുന്നത്. അതെല്ലാം ഉള്ളതാണ് ഒരു കുറ്റമാണ്. പിന്നെ പറ്റുന്നിടത്തൊക്കെ അധികാരത്തിലിരുന്നിട്ട് അറിവ് ഇത്രയും സാധനം അറിയാം. അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള എല്ലാ ഇതുകൊണ്ടും ലീഗലി അറിവുള്ളതാണ് ഇത് ചെയ്യരുതെന്ന്. തീർത്തും ചെയ്യരുതെന്ന് അറിവുള്ള ഒരു സാധനം തന്നെ ചെയ്തു വെക്കുമ്പോ ശരിക്കും വേണ്ട ഒരു അധികാര ദുർവിനിയോഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാല്ലേ, നമുക്കൊരു നീതി നിഷേധനം എന്ന് തന്നെ വേണമെങ്കിൽ. തീർച്ചയായിട്ടും അത്ര തന്നെയുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് മാഡം. ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്, കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ഒരുപാട് ചോദിക്കാനുണ്ട്. അതായത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ഉപയോഗിക്കുന്ന ഒരു വേർഡ് അത് ഈ നാട്ടിൽ അത് ഭയങ്കരമായ ഒരു തെറി എന്ന രീതിയിൽ തന്നെ ആണോ? അത് ലീഗലി എങ്ങനെയാ ആ വാക്കിന്റെ ഒരു എന്താ പറയാ പ്രസക്തി? അല്ല, എന്നെ പറ്റി പറഞ്ഞ വാക്കാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് പറയുമല്ലോ, ഒരു വാക്ക് തമിഴില് മുടി എന്നുള്ള അർത്ഥം. അപ്പൊ ഞാൻ ഇനി മുടി എന്ന് പറഞ്ഞാൽ പ്രശ്നമാവോ ഇതിനു പകരം? ഏതിനു പകരം? ആ വാക്കിന് പകരം മുടി എന്ന് പറഞ്ഞാൽ പ്രശ്നമാവുന്ന? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ രാജവെഞ്ഞാറ് പോലെ ഏതോ സിനിമയിൽ ചോദിച്ചില്ല, അമ്മ എന്ന് പറയുന്ന തെറിയാണ്
എന്ന് ചോദിച്ചിട്ട് അമ്മായിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടേ അമ്മായി അമ്മ തെറിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിനിമ ഉണ്ട്. അല്ല അപ്പൊ ഇവര് ഈ സിനിമയിലൊക്കെ ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ കണ്ടപ്പോഴൊന്നും ഇത് വിട്ടേക്ക് ഈ കേസ് അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് വിട് നമുക്ക് പിന്നെ ഇത് ഇവര് താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. മലയാളി വാർത്തയെന്നായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ. താങ്ക് യു. ഓക്കെ, പെട്ടെന്ന് വിളിച്ചോണ്ടാ എനിക്ക് എന്താ പറയേണ്ടത്. ഓക്കെ, എന്തായാലും മാം അത്യാവശ്യം ഇൻഫർമേഷൻസ് തന്നു. ജനങ്ങൾ സത്യം അറിയട്ടെ. നമ്മളും തീർച്ചയായിട്ടും നീതിയോടൊപ്പം തന്നെയാണ് ചാനലും. ബബില, നിങ്ങളിപ്പോ ഡൽഹിയിലല്ലേ ഉള്ളത്? ഇങ്ങോട്ട് നാട്ടിലോട്ട് വല്ലതും അടുത്തങ്ങനെ വരുന്നുണ്ടോ? അയ്യോ, ഡൽഹിയിലെ ഉള്ള ആൾക്കാർക്ക് കേസ് ഉണ്ടല്ലോ. ഡൽഹിയിൽ ഓഫീസ് ഉണ്ടേ. അപ്പൊ ഈ പറയുന്നല്ലോ ഇവിടെ നിൽക്കുക നിർത്തില്ലു. അപ്പൊ 3 മാസം കേരളത്തിലുള്ള ഓഫീസിൽ നിൽക്കും, 3 മാസം ഡൽഹിയിലുള്ള ഓഫീസിൽ നിൽക്കും. ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോ ശരിക്കും പച്ചയായ ഒരു നീതി നിഷേധം തന്നെയാണ് അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു പേഷ്യന്റ് ആണെന്ന് പലവട്ടം പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ശരിക്കും. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൽ ഇങ്ങനെ പ്രതിയായിട്ട് പോലീസ് ചാനലുണ്ടോ? ചാനലിന് ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യൂട്യൂബ് ചാനലിലാണ് അത് എന്തോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ കാര്യം മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. നിയമത്തിന്റെ എന്തെങ്കിലും വിഷയം അങ്ങനെയാണോന്ന്? അങ്ങനെയല്ല, ഇത് വേറെന്തോ പ്രശ്നമാണ്. ഇനി എന്താന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് യൂട്യൂബിലൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്റെ ഫോണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തുനിന്നൊക്കെ എന്തെങ്കിലും പറ്റിയതാണോ ലോഗൗട്ട് ചെയ്യോ എല്ലാം ചെയ്തോ? ഇപ്പം വക്കീല് പറഞ്ഞ പോലെ താങ്കളുടെ സാധന സാമഗ്രികളെല്ലാം ഇവിടുന്ന് പിടിച്ചെടുത്തോണ്ട് പോയോ? അവരെ ലിസ്റ്റ് ഒന്നും തന്നിട്ടില്ല കേട്ടോ. എനിക്ക് കുറെ സാധനങ്ങൾ ഇവിടെ നല്ല, ഞാൻ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. ഞാനിപ്പോ ഈ കേസ് കൊണ്ട് മാത്രം ഇവിടെ വന്നതാ. അല്ലാതെ ഞാൻ ഇവിടെ താമസിക്കുന്നത്, എന്റെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇവിടെ വന്നാൽ ഈ ഇവിടെ ഇരിക്കുന്നതൊക്കെ എന്റെ സാധനം അല്ല ശരിക്കും. മനസ്സിലായോ? അതായത് എറണാകുളത്താണോ താമസിക്കുന്നത്? ഞാൻ 1 വർഷമായിട്ട് അവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണല്ലോ ഈ ബാല വന്ന് കയറി എന്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വന്ന് എന്റെ ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എന്തോ നശിപ്പിച്ച് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അടുത്ത ഇൻസിഡന്റ്, അതിനെതിരെ പോരാടിയില്ലേ? അതിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാല് അതിന്റെ കാര്യം എന്താന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്നത്, എല്ലാം മനസ്സിലാക്കിയിരുന്നത് ഈ തുല്യനീതി എന്ന് പറഞ്ഞൊരു സംവിധാനം പോലീസിൽ നിന്ന് കിട്ടുമെന്ന്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് FIR ഇടാൻ 2 മണിയോളം, 2 മണിക്കാണ് FIR ഇടുന്നത്. FIR നമ്മൾ അന്ന് കാണുമ്പോ നമ്മൾ പറഞ്ഞതിനകത്ത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ തോക്കുണ്ട്. അത് അവർ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ തിരിച്ചു ചെന്നു, ഇതെന്താ ഇങ്ങനെ, ഇവിടെ ഒരാൾ തോക്കുമായിട്ട് പുറത്ത് നടക്കുക, ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും? കാരണം അയാള് ഇച്ചിരി അഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. ഉന്നതനാണ്. ഹോൾഡ് അല്ല ഇവിടുത്തെ പ്രശ്നം, ഈ പ്രത്യേക ക്യാരക്ടർ ഉള്ള ഒരാൾ. മനസ്സിലായില്ല? അതിപ്പോ ഹോൾഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ, ഇയാളുടെ തോക്കുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലെ തോക്കിന് ലൈസൻസ് ഉണ്ടോ, ഇനി ലൈസൻസ് ഇല്ലാത്ത ഗണ്ണാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് പോലീസുകാർ അവിടെ ചെന്നപ്പോ പറയുന്നത് അത് ലൈസൻസ് ഉള്ള ഗണ്ണാണ്, ചിലപ്പോ കളിപ്പാട്ടമായിരിക്കും. ഞാൻ ഇത് കളിപ്പാട്ടം ആണോ എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ ഇനി എന്നെ വെടിവെച്ച് കൊന്നാലേ അറിയത്തുള്ളൂ എന്നുള്ളതാ. മനസ്സിലായോ? എന്നൊക്കെ പറയാ പോലീസ് എന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് പോയി കിട്ടും? ഇപ്പൊ കളിപ്പാട്ടം അല്ലെങ്കിൽ അവൻ വെടിവെച്ച് ചത്തുപോത്തില്ലേ? അപ്പൊ അങ്ങനെ ഞാൻ വിശ്വസിച്ച് വീട്ടിൽ പോയിരിക്കും. ഞങ്ങൾ എന്നിട്ട് രാവിലെ വരെ പോലീസ് സ്റ്റേഷൻ കുറെ നേരം ഇരുന്ന്. അപ്പൊ അവിടെ ആരും ഇല്ലെന്ന്, സാറ് കിടന്ന് ഉറങ്ങിയെന്ന്. നിങ്ങളുടെ ജീവൻ ഒരു വിലയില്ല, നമ്മുടെ ജീവന് വില കൽപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഒരു മാരകായുധവുമായി നടന്ന ഒരു ഇച്ചിരി ഈ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള പ്രമുഖ വ്യക്തി എന്ന് പറയുന്ന സാധനം ഒരു മാരകമായിട്ട് ഇനി ലൈസൻസ് ഉള്ളതാണെങ്കിൽ പോലും ഒരാളെ ഭീഷണിപ്പെടുത്താനല്ലല്ലോ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് ഇത് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന സാധനം തന്നെയാണ്. ഇയാളുടെ പ്രൊട്ടക്ഷനോ എന്തിനോ ആവശ്യത്തിന് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സാധനം ഇവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ അവർ ആ ഗണ്ണിനെ അതിനകത്ത് നിന്ന് ടോട്ടലി ഒഴിവാക്കിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ ദിവസം ഇത്രയും സ്പീഡിലൊരു അന്വേഷണം നടക്കത്തില്ല. മനസ്സിലായി? എന്നെ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞപ്പോ തന്നെ എത്ര പെട്ടെന്ന് അവിടെ എത്തിച്ചു. അതിനു മുമ്പ് ഞാൻ അബ്സ്കോണ്ടിങ് ആയി. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രമുഖ വ്യക്തി, അതായത് സിനിമയിലെ പ്രമുഖ നടൻ, അദ്ദേഹം ഈ പറയുന്ന യൂണിഫോമിൽ അവിടെ എത്തിച്ചേരുന്നു, ജനങ്ങൾക്ക്, നമ്മുടെ വയനാട്ടിലെ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നു. അല്ല, അതെനിക്ക് മനസ്സിലായി, തോക്കിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. തോക്കാലേ നേരിട്ടില്ലേ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതല്ല,
ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്നു. ആ അപ്പോ എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ രീതിക്ക് അയാള് ഇത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ആളാണല്ലോ. അപ്പൊ അവിടെയും ഇവിടെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഇച്ചിരി പൈസയുള്ള ആൾക്കാർ ഇടപെടുമ്പോ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. അവിടെയും താങ്കൾ അങ്ങോട്ട് പരാതിയായിട്ടൊന്ന് പോയിട്ടും പിന്നെ അതിന് യാതൊരു കമ്മീഷൻ ഓഫീസിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഇതേ പരാതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അന്വേഷണം നടത്തിയതിൽ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഞങ്ങൾക്ക് ഇതുപോലെ ഇതിൽ നിന്നപ്പോ അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് ഈ പറഞ്ഞ പോലെ അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ തോക്കില്ലെന്ന്. അത്രയും ദിവസം അവിടെ ഒരാൾ തോക്ക്. അതുപോലൊരു റിപ്പറ്റീറ്റഡ് ആയിട്ടുള്ള പ്രഹസനമാണോ ഇതൊന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? കുറച്ച് കൂടിയ ഐറ്റം ഇതിനകത്ത് നമ്മൾ പോട്ടെ, ഇതിനകത്ത് ഒന്നിലെ പ്രതിസ്ഥാനത്താന്ന് പറയാം. മറ്റേത് പ്രതി ഞാനല്ലല്ലോ. അല്ല, പ്രതി താങ്കൾ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇറങ്ങി. ഇത് താങ്കളോട് നേരിട്ട് ഇറങ്ങി വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്തു, നിയമത്തിൽ സ്വാധീനം ചെലുത്തി താങ്കളെ പെടുത്തി എന്നാണോ ചിന്തിക്കുക? അല്ലെങ്കിൽ താങ്കൾ ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അവരുടെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചു? ഇവര് പറഞ്ഞതുപോലെ അല്ലേ പറയുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇനി ഇതുപോലെ ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക തട്ടിപ്പോ കാണുമ്പോ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കാതെ പറയാം, ഇത്രയും നേരം നല്ല ഒരു 5 മണിക്കൂർ എന്നോട് സംസാരിച്ചാൽ ഞാൻ ഒരു വാക്ക് പോലും മിസ്റ്റേക്ക് ഇല്ലാതെ പറയും. അത് മാത്രമല്ല, താങ്കൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. താങ്കൾ കാര്യങ്ങൾ താങ്കൾക്ക് ഇൻഫ്ലുവൻസർ മീൻസ് നമ്മളെ അതായത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വർത്താനം പറയുന്ന ആൾക്കാരെയൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണല്ലോ ഒരു പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് താങ്കൾ ഇനിയും തുടരും അല്ലെ? അല്ല, അതിനകത്ത് തുടരാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഈ സംഭവം ഉപയോഗിക്കാതെ തുടർന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനൊന്നും ഇല്ലാതായി പോകുന്നു. അതാ ചോദിക്കുന്നത്. ഞാൻ ഒന്നാമത് അപവാദം ഒന്നും പറയാം. അതെ തീർച്ചയായും മനസ്സിലായി. എനിക്ക് അപവാദം പറച്ചിലേ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ അപോഹങ്ങൾ പറയത്തില്ല. ഈ ഒരു പ്രശ്നം കൊണ്ട് താങ്കൾക്ക് കുറച്ച് ഫാൻഷിപ്പ് കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. കാരണം ഇതിൽ താങ്കളുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ടോ എന്ന് ആൾക്കാർ ചിന്തിക്കും. ഇവൻ അതർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും കുറെ കാര്യങ്ങൾ ന്യായീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അതായത് ഞാൻ ഈ ഇൻവോൾവ് ആയേക്കുന്നതല്ല, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയയുടെ വിഷയമല്ല, മനുഷ്യന്റെ മൊത്തത്തിലുള്ളൊരു വിഷയമാണ്. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് വിഷയമാണ്. മനസ്സിലായി? അല്ലാതെ ഇത് ഇവിടെ നടക്കുന്ന ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല. ഇവിടെ ഒരുപാട് പേര് ചിന്തിക്കുന്ന വിഷയമാണ്. ഇനി അത് കൂടുതൽ ചിന്തിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അത് മാത്രമല്ല, ഔട്ട് ഓഫ് ദ ക്യാമറ താങ്കൾ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു താങ്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ. അതായത് ഞാൻ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാനൊരു അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ എന്നെ രക്ഷിക്കേണ്ട ആൾക്കാരെ ശ്രദ്ധിക്കുന്നത് ശരിയല്ല എന്നൊരു താങ്കളുടെ ഭാഷയിൽ താങ്കൾ അത് പ്രകടിപ്പിച്ചു എന്നല്ലേ താങ്കളോട്? അതെ. അതായത് എനിക്കിപ്പോ അതിനകത്ത് എന്തെങ്കിലും രോഷം വരികയോ വികാരം ഉണ്ടാകുകയോ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന കാര്യം അങ്ങനെ തെറ്റിച്ചെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇതിനകത്തൊക്കെ. ഇത് എന്റെ മാത്രം കാഴ്ചപ്പാടോ എന്ന് വെച്ചാൽ എന്റെ മാത്രം കാഴ്ചപ്പാടല്ല. ഇത് ഒരുപാട് പേരുടെ അഭിപ്രായമാണ്, എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും പറയും, ഇതിനകത്തുള്ള ശരിയും തെറ്റുമൊക്കെ പിന്നെ. പക്ഷെ ഇത് പറയുമ്പോഴല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ പലതും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാർ എടുത്തെന്ന് പറയുന്നത് പറഞ്ഞേ ഉള്ളൂ. ആ പറയുന്ന കാര്യത്തിന് നമ്മളിപ്പോ ഇതേപോലെ ഒരു കേസിൽ കൊണ്ടുവന്ന് ഈ ഒരു വാക്കെ കുരുക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി അതാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് പിന്നെ പരാതിയില്ലെന്ന് പറയുന്നത് എന്തൊക്കെയോ പറയുന്നു. എനിക്ക് അതിനകത്ത് കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ട് പോലും ഇവരെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും നമ്മള് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് തുല്യതയിലാണ്. നമ്മുടെ സുപ്രീം കോർട്ടായാലും നമ്മുടെ ഭരണഘടനയായാലും നമുക്ക് തരുന്നത് സുപ്രീം കോർട്ടായാലും ഭരണഘടനയായാലും നമുക്ക് തരുന്ന അവകാശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ പറയുന്ന സംസാരിക്കാനുള്ള അവകാശമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം. അതൊരു ഹനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടന്ന കുറെ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ ഭാഷ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണോന്ന് ഭരണഘടന പരിശോധിച്ചാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും അതിനെ ഒരു എന്താ പറയുന്ന ഒരു അബ്യൂസിംഗ് വേർഡായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആക്കിക്കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഭരണഘടനാ വിരുദ്ധമായ വാക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പറ്റത്തില്ല. അപ്പൊ അത് നമുക്ക് ഭരണഘടന നോക്കിയാലേ അത് ഈ പറഞ്ഞ വേർഡ് ഭരണഘടന വിരുദ്ധമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ പറഞ്ഞു സിദ്ദിഖ് ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, ആ പടം മനസ്സിലാവുന്നുണ്ട്. ഒരു പട്ടി നിൽക്കുമ്പോ ആ കൊച്ചു പറയുന്നുണ്ട് ഈ പട്ടിയെ നോക്കി, അതിൽ അഭിനയിച്ച ആള് സിദ്ദിഖാണ്. അങ്ങനെ സീനുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മ. അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പടത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും നീതി നിഷേധം അല്ലെങ്കിൽ ഇപ്പോ വാദിക്കായാലും പ്രതി എന്ന് പറയപ്പെടുന്ന ആയാലും നീതി എന്ന് പറയുന്നത്
നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും മെഗാസ്റ്റാർ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണഘടനയുടെ മോളിലിരിക്കുന്ന ആളായാലും നീതി എല്ലാവർക്കും തുല്യത നൽകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ഒരുപാട് പേർക്ക് മിസ്റ്റർ ചെകുത്താൻ പറഞ്ഞ പോലെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് നീതി കിട്ടട്ടെ എന്നും നാണയത്തിന്റെ മറ്റേ കറുത്ത വശം കൂടെ പുറത്ത് വരട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച മിസ്റ്റർ ഒരു ഡയലോഗ് കൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ കേൾക്കാൻ ലൈവായിട്ട്. നീ ഇവിടെ നീ ലോറി കൊണ്ടുപോടാ. അപ്പൊ അതുകൊണ്ട് ക്യാമറാമാൻ രാജീവ് ആയപറമ്പനോടൊപ്പം ശാരിക ഫോർ മലയാളി വാർത്ത.